Hi everyone, this is ANJ from Arcanex. So കീം ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു മക്കളെ. ആൻഡ് NTA വെബ്സൈറ്റിൽ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നു. അതിന്റെ അർത്ഥം നീറ്റിന്റെ ആപ്ലിക്കേഷനും ഉടനെ തന്നെ ഉണ്ടാവും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇനി കീമിൽ നമ്മൾ റെഡിയാക്കി വെക്കാത്ത കുറെ അധികം സർട്ടിഫിക്കറ്റ് നീറ്റിലേക്ക് നമുക്ക് ആവശ്യമാണ്. ആ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് മേ ബി നിങ്ങൾ അറിഞ്ഞു കാണും. എന്നാലും അതൊന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. പിന്നെ കീമുമായിട്ട് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം ശ്രദ്ധിച്ചോളൂ. എല്ലാം ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം എല്ലാം ലോങ് ആയിട്ട് ചെയ്താൽ ചില അത്യാവശ്യ കാര്യങ്ങൾ വിട്ടുപോകുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കീമിന്റെ ആപ്ലിക്കേഷനുമായിട്ട് ഫീസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതേപോലെ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. സോ കീം എഴുതുന്ന ആൾക്കാരും നീറ്റ് എഴുതുന്ന ആൾക്കാരും ഇനി കീം എഴുതുന്നില്ലെങ്കിൽ കൂടി MBBSനും BDSനും ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ടും കീമിന് അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫിൽ ചെയ്ത് ഫീ ഒക്കെ അടയ്ക്കണം, രജിസ്റ്റർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ എല്ലാ ആൾക്കാരും ഈ ഒരു വീഡിയോ കാണണം. കീമിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരും അതേപോലെ നീറ്റ് എക്സാം എഴുതാൻ പോകുന്നവരും രണ്ടും സെയിം ആണ് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് MBBS വേണമെങ്കിലും BDS വേണമെങ്കിലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഒക്കെ പഠിക്കണമെങ്കിൽ MBBSും BDSും ആയുർവേദവും സിദ്ധയൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ കീം രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾക്കറിയാം ആ കീമിന്റെ കാര്യങ്ങളൊക്കെ നടക്കുക സിയുടെ വെബ്സൈറ്റിലാണ്. കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിലായിരിക്കും കീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇപ്പൊ പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത് NTA വെബ്സൈറ്റിലാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് NTA ആണ് മക്കളെ നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നീറ്റ് എക്സാം ആരൊക്കെ എഴുതുന്നത്? MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നവര്, BDS പഠിക്കാൻ ആഗ്രഹിക്കുന്നവര്, ആയുർവേദം, സിദ്ധ, യുനാനി ആൻഡ് കുറേ അധികം മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഉണ്ട് അല്ലെ. BSc ഫോറസ്ട്രി, ഫിഷറീസ് പോലെയുള്ള നിരവധി മെഡിക്കൽ അലൈഡ് കോഴ്സുകളുണ്ട്. ഇത് കൂടാതെ BSc നഴ്സിംഗ്, അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. BSc നഴ്സിംഗിന് നീറ്റ് എഴുതേണ്ടത് ഏതൊക്കെയാണ്, നീറ്റ് വേണ്ടാത്തത് ഏതൊക്കെയാണ്, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എനിവേ കുറെ അധികം BSc നഴ്സിംഗ് കോഴ്സുകൾക്കും നീറ്റ് എക്സാം ആവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യണം. നീറ്റിന്റെ അപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരിക NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ NTA.nic.in എന്നുള്ള വെബ്സൈറ്റിലാണ്. അപ്പൊ ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേണ്ട കുറച്ചധികം ഇൻഫോർമേഷൻസ്, നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻസ് മേ ബി നിങ്ങൾ കണ്ടിരിക്കും. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ February 1st വീക്ക് തന്നെ, അതായത് കീമിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഉടനെ തന്നെ കീമിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേഷൻസ് വന്നതുകൊണ്ട് തന്നെ ഉടനെ തന്നെ നീറ്റിന്റെ ആപ്ലിക്കേഷനും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്, സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ മുന്നേ കരുതി വെക്കേണ്ടത്? കീമിൽ നിന്ന് കുറച്ച് പ്രത്യേകതകളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അത് ഞാൻ എടുത്തു പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോണം. യെസ് മക്കളെ, അപ്പൊ ആദ്യം ശ്രദ്ധിച്ചോളൂ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന്, NTA വെബ്സൈറ്റിൽ നിന്നായിരിക്കും നീറ്റുമായിട്ട് ബന്ധപ്പെട്ടതും നീറ്റ് ആപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ടതും. ആ ഡേറ്റ് ഒക്കെ നമ്മൾക്ക് ഇവിടെ നിന്നാണ് കിട്ടുക അല്ലെ. യെസ്, അപ്പോ നീറ്റിന്റെ കാര്യങ്ങളാണ് NTA വെബ്സൈറ്റിലുള്ളത്. അപ്പൊ NTA വെബ്സൈറ്റിൽ പുതുതായിട്ട് വന്നൊരു കാര്യം, നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ട കുറച്ച് ഡോക്യുമെന്റ്സിനെ കുറിച്ച്, അപ്ലിക്കേഷൻ വരുന്ന ടൈമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ്, നിങ്ങൾക്ക് ആവശ്യം വരുന്ന കുറച്ച് ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ്. ഒന്ന് പറയുന്നത്, നിങ്ങളുടെ ആധാർ കാർഡ് മസ്റ്റ് ആയിട്ടും നിങ്ങൾ റിന്യൂ ചെയ്തിരിക്കണം, അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, എന്തെങ്കിലും പഴയ ഫോട്ടോയോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുക. അതിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ നെയിം ഉണ്ടായിരിക്കണം, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ജെൻഡർ, ഫോട്ടോഗ്രാഫ്, അഡ്രസ്സ് ആൻഡ് ബയോമെട്രിക് ഇൻഫോർമേഷൻസ്, ഇതൊക്കെ കറക്റ്റ് ആയിരിക്കണം. എന്തെങ്കിലും ഫോട്ടോയിലോ കാര്യങ്ങളിലോ അപ്ഡേഷൻസ് വരുത്താനുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം NTA വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ സ്പെഷ്യലി ഏബിൾഡ് പേഴ്സൺസ് ആണെങ്കിൽ അവരുടെ UDID കാർഡ് അത് റിന്യൂ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് കാറ്റഗറി സർട്ടിഫിക്കറ്റ്, മക്കൾ ഈ കാറ്റഗറി സർട്ടിഫിക്കറ്റിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയേണ്ടത്. കാറ്റഗറി സർട്ടിഫിക്കറ്റിൽ SC, ST, EWS ആൻഡ് OBC NCL സർട്ടിഫിക്കറ്റ് ഇതൊക്കെ വേണം. SC, ST കാറ്റഗറി പെട്ട ആൾക്കാർ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ വേണം. ഇക്കണോമിക്കലി വീക്കർ സെഷൻ, അവർ ജനറൽ കാറ്റഗറിയിൽ വരുന്നതാണ്, അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കരുതണം. OBCയിൽ വരുന്ന ആളുകളാണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിലിയറിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും സംവരണം ലഭിക്കുക, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ NCL സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതൊന്ന് ശ്രദ്ധിച്ചോ. OBCയുടെ NCL സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. OBC NCL സർട്ടിഫിക്കറ്റ്
മക്കളെ ഇത് രണ്ട് വിധത്തില്, അതായത് ഒന്ന് കീം എക്സാമിന് വേണ്ടിയിട്ടും നിങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്, കീമിന് രജിസ്റ്റർ ചെയ്യാനും കളക്ട് ചെയ്യുന്നുണ്ട്, ഒന്ന് നീറ്റിന് വേണ്ടിയിട്ടും നിങ്ങൾ NCL കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ രണ്ട് കൂട്ടരും ഇപ്പൊ നീറ്റും കീമിനും കോമൺ ആയിട്ട് എക്സാം എഴുതേണ്ടത് ആരൊക്കെയാ? MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നവര്, BDS പഠിക്കാൻ ആഗ്രഹിക്കുന്നവര്, ബാക്കി വരുന്ന ആയുർവേദം, വെറ്റിനറി, ഫിഷറീസ് തുടങ്ങിയ പല മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, ഈ കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് കീമിനും രജിസ്റ്റർ ചെയ്യണം, അതേപോലെ നീറ്റ് എക്സാം എഴുതുകയും ചെയ്യണം. നീറ്റിന് രജിസ്റ്റർ ചെയ്ത് നീറ്റ് എക്സാം എഴുതുകയും ചെയ്യണം. ഓക്കെ. എന്നാൽ കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ BPharm പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് അവര് കീം എക്സാം മാത്രം രജിസ്റ്റർ ചെയ്ത്, കീമിന് രജിസ്റ്റർ ചെയ്ത് കീം രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണം, കീം എക്സാം അവര് എഴുതുകയും ചെയ്യണം. ആരുടെ കേസാണ് പറയുന്നത്? എഞ്ചിനീയറിംഗ് അതേപോലെ BPharm ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കേസാണ് പറയുന്നത്. എഞ്ചിനീയറിംഗ് BPharmകാര് കീം എക്സാം രജിസ്റ്റർ ചെയ്യണം, കീം എക്സാം എഴുതുകയും ചെയ്യണം. എന്നാൽ MBBS, BDS, ആയുർവേദ, സിദ്ധ, യുനാനി, വെറ്റിനറി തുടങ്ങിയ കോഴ്സുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ കീമിന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. എന്നാൽ നിങ്ങൾ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യണം. എന്നാൽ നിങ്ങൾ നീറ്റ് എക്സാമിനും രജിസ്റ്റർ ചെയ്യണം. അവിടെയും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ നീറ്റിൽ നമ്മൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ എന്താന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള സംവരണം ഉണ്ട്. അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. 50% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട വഴിയാണ്. അപ്പോൾ അവിടേക്കും ജിപ്മർ തുടങ്ങി നിരവധി ക്യാമ്പസുകളിലേക്കുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും. അവിടേക്കൊക്കെ നിങ്ങൾക്ക് ഈ സംവരണ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അവിടെ സംവരണം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കരുതി വെക്കണം. അതിൽ ഈ OBC NCL സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ടൈമിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. കീം എഴുതുന്ന ആൾക്കാർ, കീം രജിസ്റ്റർ ചെയ്യാനുള്ളത്, കീം എഴുതുന്നത് മാത്രമല്ല കീമിന് രജിസ്റ്റർ ചെയ്യേണ്ട ആൾക്കാർ OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നാണ് കരുതേണ്ടത് കേട്ടോ. വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നാണ് OBC NCL സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. അതേപോലെ അവിടെ നിങ്ങളോട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പേർപ്പസിനാണ്, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പേർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങേണ്ടത്. സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പേർപ്പസ്. ഓക്കെ, റെഡി അല്ലേ? അതായത് നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് പേർപ്പസിനൊക്കെയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ PSC ഒക്കെ എഴുതുന്ന ആൾക്കാർക്കാണ് ജോലിക്കൊക്കെ സംവരണം ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പേർപ്പസ് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് വാങ്ങാം. ഇനി നീറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് OBC NCL സർട്ടിഫിക്കറ്റ് കിട്ടുക തഹസിൽദാരുടെ കയ്യിൽ നിന്നായിരിക്കും കേട്ടോ, തഹസിൽദാരുടെ കയ്യിൽ നിന്ന്. അപ്പൊ രണ്ടും നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കണം. തഹസിൽദാരുടെ കയ്യിൽ നിന്ന് എന്ത് OBC NCL സർട്ടിഫിക്കറ്റ്. അപ്പോൾ ആ തഹസിൽദാരുടെ കയ്യിൽ നിന്നുണ്ട്, അതാണ് ഏറ്റവും കൂടിയതെന്ന് കരുതി ഇരിക്കരുത്. വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നുള്ളത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പേർപ്പസിനുള്ളത് കീമിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുണ്ട്. അതേപോലെ തഹസിൽദാരുടെ കയ്യിൽ നിന്നുള്ളത് അതെന്ത് പേർപ്പസിനാണ് പറയേണ്ടത്? സെൻട്രൽ പേർപ്പസിനാണ് കേട്ടോ. സെൻട്രൽ പേർപ്പസിനുള്ള OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾ തഹസിൽദാരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? വ്യത്യാസം മനസ്സിലായോ? നീറ്റിന് വേണ്ടിയിട്ട് തഹസിൽദാരുടെ കയ്യിൽ നിന്ന് സെൻട്രൽ പേർപ്പസിനുള്ളതാണ് OBC NCL സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ പറയുന്നത്. SC ST കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ കേസ് അല്ല, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. അതേപോലെ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പേർപ്പസിനുള്ളത് കീമിന് വേണ്ടിയിട്ടും നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ ഇതേ പറഞ്ഞ പോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും എല്ലാ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. ഓൾറെഡി കീമിൻ്റെ അപ്ലിക്കേഷൻ പറഞ്ഞ ടൈമിൽ നമ്മൾ ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും അത് പറഞ്ഞ് നിങ്ങളുടെ ടൈം കളയുന്നില്ല. അപ്പോൾ ആ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക മക്കളെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് അപ്ലിക്കേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അപ്ലിക്കേഷൻ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫില്ല് ചെയ്യാന്നുള്ള ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. യെസ്, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, കീമിന്റെ ഫീ സ്ട്രക്ചർ വന്നിട്ടുണ്ട്. നീറ്റിന്റെ ഫീ സ്ട്രക്ചർ ഇതുവരെ വന്നിട്ടില്ല. പ്രോസ്പെക്ടസ് ഇറങ്ങുന്ന ടൈമിൽ ആ പ്രോസ്പെക്ടസിനുള്ളിലായിരിക്കും ഫീസും കാര്യങ്ങളും ഒക്കെ വരിക. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അതിനെക്കുറിച്ച് നമുക്ക് നീറ്റിന്റെ അപ്ലിക്കേഷൻ വന്നതിന് ശേഷം പറയാം. നീറ്റിന്റെ അപ്ലിക്കേഷൻ ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ. യെസ്, അപ്പോൾ ഇപ്പോൾ കീമിന്റെ അപ്ലിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇതിൽ എഞ്ചിനീയറിംഗ് മാത്രമാണെങ്കിൽ ജനറൽ കാറ്റഗറി 925. അപ്പോൾ OBC-കാരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. SC ST ഒഴിച്ച് ബാക്കി എല്ലാ കമ്മ്യൂണിറ്റീനെയും ഇവിടെ ജനറൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
നിങ്ങളിപ്പോൾ ഇഴവ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഏത് കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിലും SC ST ഒഴിച്ചുള്ള എല്ലാത്തിനെയും കൂടിയാണ് ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ എഞ്ചിനീയറിംഗ് ഉള്ളി ആണെങ്കിൽ 925, ബി ഫാമും കൂടി വേണമെങ്കിൽ 925. അതായത് രണ്ടും കൂടി നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന്റെ എക്സാമും എഴുതണം, ബി ഫാമിന് ഫിസിക്സ് കെമിസ്ട്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും എഴുതണമെങ്കിൽ ഈ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള 925 + 925 വരും. അതേപോലെ നിങ്ങൾക്ക് ആർക്കിടെക്ചർ വേണമെങ്കിൽ വീണ്ടും 650 കൂടി വരും. മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് പ്രത്യേകം ശ്രദ്ധിച്ചോ. നീറ്റ് എക്സാം എഴുതാൻ റെഡി ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അതിപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും, അതൊന്നും ഈ വർഷം യാതൊരു ബന്ധവും ഇല്ല, പുതിയതാണ്, എല്ലാം പുതിയതാണ്, ഫ്രഷ് ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നീറ്റ് എക്സാം എഴുതാനുള്ളവർ ഈ മെഡിക്കൽ ആൻഡ് അലൈഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് 650 രൂപ, ജനറൽ ആണെങ്കിൽ 650 രൂപ, SC ആണെങ്കിൽ 260 രൂപ, ST ആണെങ്കിൽ ഫീസ് ഇല്ല. അപ്പൊ ഈ ഒരു ഫീസ് അടച്ച് നിങ്ങൾ തീർച്ചയായിട്ടും കീമിൽ രജിസ്റ്റർ ചെയ്യണം. അതായത് എഞ്ചിനീയറിംഗ് എഴുതാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ബി ഫാം വേണ്ട, ആർക്കിടെക്ചർ വേണ്ട, ഒന്നും വേണ്ട, എന്നാൽ നിങ്ങൾ MBBSന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ നീറ്റ് എഴുതുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഈ 650 രൂപ ഫീസ് അടച്ച്, അല്ലെങ്കിൽ 260 രൂപ ഫീസ് അടച്ച്, അല്ലെങ്കിൽ ST കാറ്റഗറി ആണെങ്കിൽ ഫീസ് വേണ്ട, ബട്ട് രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം. ക്ലിയർ അല്ലേ? അവിടെ നിങ്ങൾ മെഡിക്കൽ ആൻഡ് അലൈഡ് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾ എഞ്ചിനീയറിംഗും എഴുതുന്നുണ്ട്, സോ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗും മെഡിക്കൽ അലൈഡും ഒരുമിച്ച് സെലക്ട് ചെയ്യാം. എഞ്ചിനീയറിംഗിന്റെ എക്സാം മാത്രം എഴുതിയാൽ മതി. ഇവിടെ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. എഴുതേണ്ട എക്സാം നീറ്റ് എക്സാം ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ മക്കളെ? അതായത് MBBSന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ BDSന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നീറ്റ് എഴുതുന്നുണ്ടോ, മസ്റ്റ് ആയിട്ടും കുഞ്ഞുങ്ങൾ കീമിന് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ കീമിന്റെ രജിസ്ട്രേഷൻ ഫീസ് ആണിത്. ഇതിൽ MBBSും BDSും ആഗ്രഹിക്കുന്നവർ ഈ മെഡിക്കൽ ആൻഡ് അലൈഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഈ 650 രൂപ അല്ലെങ്കിൽ 260 രൂപ ഫീസ് അടച്ചാൽ മതി. നിങ്ങൾ ഒരിക്കലും എക്സാം എഴുതണ്ട. എക്സാം എഴുതേണ്ടത് എഞ്ചിനീയറിംഗുകാരും ബി ഫാംകാരുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ അത് വേണമെങ്കിൽ എല്ലാം നിങ്ങൾക്ക് 4ഉം അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് 4ഉം കൊടുക്കാം, പക്ഷെ എല്ലാത്തിനെയും കൂടെ ഫീസ് അടയ്ക്കണം. ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ഇത്രയും ഫീസ് ഇല്ലായിരുന്നു, പക്ഷെ കുറെ കുറെ പേര് അപ്ലൈ ചെയ്തിട്ട് പോവാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് സെപ്പറേറ്റ് ഫീസ് അടച്ചത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഫീസ് പോയല്ലോ, എക്സാം എഴുതണമല്ലോ എന്നുള്ളൊരു തോട്ടെങ്കിലും ചില ആളുകൾക്ക് വരും. യെസ്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് 4ഉം കൊടുക്കാം, പക്ഷെ 4നും സെപ്പറേറ്റ് ആയിട്ട് ഫീസ് അടയ്ക്കണം. ഒറ്റ ആപ്ലിക്കേഷനേ ഉള്ളൂ, പക്ഷെ ഫീസ് അടയ്ക്കേണ്ടത് 4നും ഫീസ് അടയ്ക്കണം. 4ആയിട്ടൊന്നും അപ്ലൈ ചെയ്യേണ്ട, ആപ്ലിക്കേഷൻ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, പക്ഷെ 4 എണ്ണത്തിന് ടിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫീസ് അടച്ച് പോകേണ്ടതായിട്ട് വരും. അപ്പൊ എനിവേ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും, അവരോട് ഞാൻ എടുത്തെടുത്ത് പറയാണ്, ദയവ് ചെയ്ത് കീമിന് അപ്ലൈ ചെയ്യാതിരിക്കരുത്. കാരണം കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞാൻ ഒരുപാട് കണ്ടതുകൊണ്ടാണ് പറയുന്നത്. ഒത്തിരി കുഞ്ഞുങ്ങൾ നീറ്റ് എക്സാമിന്റെ സ്കോർ വന്നതിന് ശേഷം അയ്യോ ഞാൻ കീം എഴുതിയിട്ടില്ല, കീം അപ്ലൈ എഴുതിയിട്ടില്ല എന്നല്ല, അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് വന്നു. അതൊരിക്കലും ചെയ്യരുത്. കേരളത്തിലുള്ള ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ 85% സീറ്റ് അത് ഈ കീമിൽ അപ്ലൈ ചെയ്ത് കേരള എൻട്രൻസ് കമ്മീഷണർ ത്രൂ ആണ് നിങ്ങൾക്ക് കിട്ടുക. അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 85% ഏറ്റവും കൂടുതൽ അതാണുള്ളത്. 15% ഇന്ത്യയിലെ മുഴുവൻ കുട്ടികളും വന്ന് മത്സരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ പോസിബിലിറ്റി ഉള്ളത് ഈ 85%. ആ സീറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കീം മസ്റ്റ് ആയിട്ടും മാൻഡേറ്ററി ആയിട്ടും രജിസ്റ്റർ ചെയ്യുക മക്കളെ. അപ്പോൾ എനിവേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും എന്നറിയാം. അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതും എങ്ങനെ പഠിക്കണം ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നൽകുന്നതായിരിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.